ബിജെപിയെ വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും വായ്പയെടുത്തവർ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കിയെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. പ്രതിസ്ഥാനത്തുള്ള ബിജെപിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. പ്രതികരണം പിന്നീട് നമ്മൾ കേൾപ്പിക്കാം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായുണ്ട്. അലക്സ്, ഇതിലിപ്പോൾ BJP തീർത്തും വെട്ടിലാകുന്നതാണ്. ഇതിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങൾ ഇപ്പോൾ BJP നേതാക്കൾ നൽകുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം നിലനിൽക്കുന്ന വാദമാണത്? സംഭവിച്ചത് എന്താണ് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനുജ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലും പുറത്തും അത് കത്തിപ്പടരുകയാണ്. പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം വിധേയമാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പാർട്ടി ഒരുവിധം പ്രതിരോധിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. CPM ഇത് രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയശാല ഫാം ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കം. അത് അനിൽ പ്രസിഡന്റായിട്ടുള്ള സഹകരണ സംഘമാണ്. അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്, തിരുമല അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ CPM ആരോപിക്കുന്നത് BJP നേതാക്കളടക്കമുള്ളവർ അവിടെ നിന്ന് വായ്പ എടുത്തതിന് ശേഷം തട്ടിപ്പ് നടത്തി ക്രമക്കേട് കാണിച്ചു, വായ്പ അടയ്ക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു, അങ്ങനെയാണ് സംഘം പ്രതിസന്ധിയിലായത്. അതിനാൽ ഈ വിഷയത്തിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, CPM ഇന്നിപ്പോൾ വാർഡ് തലങ്ങളിൽ പ്രതിഷേധവും സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ BJP ആരോപിക്കുന്നതാകട്ടെ CPM പോലീസ് ഗൂഢാലോചനയാണ് അനിലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് BJPയും ആരോപിക്കുന്നുണ്ട്. അവർ പറയുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അനിലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു ദിവസത്തിൽ, അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ നൽകിയില്ല എങ്കിൽ നടപടിയെടുക്കുമെന്ന് തമ്പാനൂർ പോലീസ് അറിയിച്ചതായി BJP ആരോപിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന CPMുമായി ഒത്തുകളിച്ചാണ് പോലീസ് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയത്. നേരത്തെ ഒരു CPM കൗൺസിലർക്കെതിരെ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുകയും CPM അങ്ങനെ നാണക്കേടിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി CPM ആസൂത്രണം ചെയ്തതാണ് ഈ ഗൂഢാലോചന എന്ന് BJP പറയുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായി പോലീസ് പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ആത്മഹത്യ ഉണ്ടായതെന്ന് CPMും ആരോപിക്കുന്നു. പക്ഷേ അതെല്ലാം വെട്ടിലാക്കിക്കൊണ്ടാണ്, ഈ BJPയുടെ ഈ പ്രതിരോധമെല്ലാം വെട്ടിലാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ തിരുമല അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പ്രധാനമായി എടുത്തു പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി സഹകരണ സംഘത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചെന്നാണ് അനിൽ അക്കാര്യത്തിൽ പറയുന്നത്. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ ദിവസങ്ങൾ നൽകിയിട്ടും കാലതാമസം ഉണ്ടായി വായ്പ തിരിച്ചടയ്ക്കാനെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താനോ സംഘത്തിലെ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും ഉണ്ടാക്കിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. താൻ ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നും വ്യക്തമാക്കുന്നു. CPM ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പാണ്. ഇതിൽ ഈ നമ്മൾ ആരാണ് എന്ന് BJP വ്യക്തമാക്കണമെന്നാണ് BJP പറയുന്നത്. പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തെ എന്നുള്ളതാണ്. ഏതായാലും ആത്മഹത്യാക്കുറിപ്പിലെ ചില പരാമർശങ്ങൾ BJPയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.